ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 95% ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രധാനപ്പെട്ട വില്ലൻ ആരാന്നറിയാവോ? ഭാര്യ ഭർത്താക്കന്മാരെ 95% പ്രശ്നത്തിന്റെയും വില്ലൻ ആരാന്നറിയോ? ഒരു കുഴപ്പമില്ലാതെ സുഖത്തിൽ ജീവിക്കണോ, ഔലിയാക്കൾ ഇരിക്കണോ? ആരാ വില്ലൻ? ആരാണ് അൻവരി? ആരാര്? മൊബൈലല്ലേ? മൊബൈലാ അല്ല, തെറ്റി. 95% ഭാര്യ ഭർത്താക്കന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് പരസ്പരം സംസാരിക്കാൻ സമയമില്ല, പരസ്പരം ഇരിക്കാൻ സമയമില്ല. മൊബൈലൊന്നുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭാര്യക്കും ഭർത്താവിനും ഒരല്പനേരം ഇരുന്ന് സംസാരിക്കാൻ സമയം. എന്റെ മനുഷ്യന്മാരെ നിങ്ങൾ കേട്ടോളി, ഒരു ഭർത്താവിന് ഒരു ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതെന്നറിയോ? സമയമായോ? ഇപ്പൊ ഒന്നും കേട്ടില്ലെങ്കിൽ വീട്ടിലെങ്കിലും സമാധാനത്തിൽ ഉറങ്ങട്ടെ. ഒരു ഭർത്താവിന് ഒരു ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാ? വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുത്ത ഡയമണ്ടിന്റെ റിങ്ങോ അവക്ക് കൊടുത്ത താലിമാലയൊന്നല്ല. ഒരു ഭർത്താവിന് ഒരു ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അവളെ കേൾക്കൽ, അവളെ പരിഗണിക്കൽ. നിങ്ങൾ ചെയ്തു നോക്കി, അവളെ കേൾക്കാൻ നിങ്ങൾ ഒരു അല്പനേരം സമയം കണ്ടെത്തുക, അവളെ നിങ്ങൾ പരിഗണിക്കുക. 95% പ്രശ്നങ്ങൾ ഒഴിവാകും. ഒരു കൗൺസിലിംഗ് വേണമെങ്കിൽ ചെയ്തു നോക്കി. സ്റ്റേജിരിക്കണവരെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇതല്ലാതെ എന്താ പറയാ? ഇതല്ലേ പറയേണ്ടത്? നമ്മളല്ലേ നന്നാവേണ്ടത്? നാളെ സ്വർഗത്തിൽ പോയി ഒറ്റ കസേരയിൽ ഇരിക്കേണ്ടതല്ലേ മുഗ്നികള്? ഭാര്യയും ഭർത്താവും ആരാ? നിങ്ങൾ എന്താന്നാ കരുതിയത്? അവളുടെ വാപ്പ നമ്മുടെ കയ്യിൽ പിടിച്ചു തന്നപ്പോ കുറച്ചുനാള് ജീവിച്ചിട്ട് പോളുമ്പോ തല്ലക്കുത്തൂക്കി എന്നും പറഞ്ഞ് ഒഴിവാക്കാനുള്ളതാ? അല്ല മുഅ്മിനീങ്ങളെ, അവളുടെ വാപ്പ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് തന്നത് നിനക്ക് ആവശ്യമുള്ളപ്പോ ചവിട്ടാനും നിനക്ക് ആവശ്യമുള്ളപ്പോ എടുത്തു കളയാനല്ല. അവൻ നിന്റെ വീട്ടിലേക്ക് വന്നത് അവനെ കട്ടിലിൽ കിടത്തിട്ട് വേറൊരുത്തന്റെ കൂടെ പോവാനുമല്ല. ഭാര്യയും ഭർത്താവും, ഞാൻ പറയുന്നു, നാളെ സ്വർഗത്തിന്റെ ഒറ്റ കട്ടിലിൽ ചാരിയിരിക്കാൻ വേണ്ടി റബ്ബ് തന്നെ തലയണയാണത്. നിന്റെ ഭാര്യ ആരാ? നിന്റെ ഭാര്യ ആരാ? നാളെ സ്വർഗത്തിന്റെ സ്വർണ്ണ കട്ടിലിൽ ചാരിയിരിക്കാൻ നിനക്ക് തന്ന സ്വർഗത്തിന്റെ തലയണയാണത്. നിന്റെ ഭർത്താവ് ആരാ? നാളെ സ്വർഗത്തിൽ നിനക്ക് ഇരിക്കാൻ തന്ന കട്ടിലാണത്. ഞാൻ വെറുതെ പറയണല്ല. അവരും അവരുടെ ഭാര്യമാരും സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിൽ ചാരിയിരിക്കേണ്ടവരാണ്. സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിൽ ചാരിയിരിക്കേണ്ട നിങ്ങളാണോ ഈ വീട്ടിൽ കലവില് കൂടുന്നത്? നിങ്ങളാണോ ഇവിടെ കലഹം തീർക്കുന്നത്? നിങ്ങളാണോ ഇവിടെ വേർപിരിയാൻ നിൽക്കുന്നത്? എന്തേ മുഅ്മിനത്തെ നിങ്ങൾക്ക് പറ്റിപ്പോയി? പടച്ചോനെ പേടിയില്ലേ നിങ്ങൾക്ക്? അല്ലാഹുവിനെ പേടിയില്ലേ നിങ്ങൾക്ക്? മഹ്ശറയിൽ നിൽക്കണമെന്നുള്ള ബോധമില്ലേ നിങ്ങൾക്ക്? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവള് പാവമാണ് മനുഷ്യന്മാരെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നേരത്തെ മഹർ എഴുതി തന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഇപ്പൊ രാവിലെ ഞാനങ്ങ് വെളിയിലിറങ്ങി, എന്നെ കാണാൻ നാട്ടിലെ ആളുകളുണ്ടാവും. പള്ളിക്കലെ ഖത്തീബിനോട് വർത്താനം പറയും, നാട്ടുകാരോട് പറയും, രാഷ്ട്രീയക്കാരോട് പറയും, കാണുന്നവനോട് പറയും, എല്ലാരോടും കൂട്ടുകാരോട് പറയും. വർത്താനം പറഞ്ഞു 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 പറഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പറഞ്ഞ് വൈകുന്നേരം നമ്മൾ വീട്ടിലെത്തും. നമുക്ക് പറയാൻ ആളുകളുണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങിപ്പോയാൽ പിന്നെ ഭാര്യ, അവൾ അടുക്കളയിൽ പോയി അമ്മായിയമ്മ ഇങ്ങോട്ടും തട്ടി, ഓൾ അങ്ങോട്ടൊന്ന് തട്ടി, അങ്ങനെ ആകെ അവൾ ഇങ്ങനെ ഓരോ പ്രശ്നത്തിൽ ഈർപ്പ് മുട്ടിയിരിക്കും. ആരോട് പറയും? ഭർത്താവ് വരുമ്പോ പറയാന്ന് വിചാരിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരുന്നവരെ ഉള്ളതൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരുക്കൂട്ട് നിൽക്കുമ്പോഴാണ് ഭർത്താവ് വരിക. സലാമൊക്കെ പറഞ്ഞു, എന്ത് പിന്നെ ഇന്ന് രാവിലെ ചവിട്ട് വെച്ചിരുന്നു നിനക്ക് വന്ന് കയറിയതല്ലോ. അപ്പൊ നിനക്ക് തുടങ്ങി രാവിലെ അടുക്കളയിൽ കയറിയത്. നമ്മുടെ സ്വഭാവം ഇങ്ങനെയാണ്. എടാ പൊന്നു മനുഷ്യന്മാരെ, അവക്ക് പറയാൻ വേറെ ആരുമില്ല. അവള് പറയാണ്, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ അടുക്കളയില്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയോ?
കയ്യ കഴുത്തുമ്മേൽ ഇങ്ങനെ ഇട്ടിട്ട് ആ രാവിലെ അടുക്കള എന്ത് പറ്റിപ്പോ, എന്താ ഇപ്പൊ കഥ, എന്താ? അത് നിങ്ങളുടെ ഉമ്മ ആ പാത്രം എടുത്തിട്ട് തട്ടിപ്പിടെ എന്നോട് പറയാം അത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നല്ല. ആയിക്കോട്ടെ, നീ അപ്പൊ പറഞ്ഞ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നല്ല, അല്ലല്ലോ, നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, അല്ലല്ല. നീ എന്തിനാ ഇതൊക്കെ കരുതണത്? എന്റെ ഉമ്മ അല്ലേ, നിന്റെ ഉമ്മാനെ പോലെ തന്നെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് നീ അങ്ങ് ക്ഷമിച്ചു കള എന്ന് പറഞ്ഞ് അവളോട് പറഞ്ഞാൽ പിന്നെ ബാക്കി അവള് പറയൂല. യഥാർത്ഥത്തിൽ അവൾക്ക് പറയാനും പങ്കുവെക്കാനും വരാനുമില്ല. നമുക്ക് ആണുങ്ങൾക്ക് ധാരാളം ആളുണ്ട്. ഇന്നലൊക്കെ പിന്നെ ഹാരി സമൂഹം തവീല, നമ്മൾ നാട്ടിലുള്ള മുഴുവൻ ആളുകളോടും പങ്കുവെച്ചടക്കാൻ. അപ്പൊ ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുക്കണ ഏറ്റവും വലിയ സമ്മാനം അവളെ ഒന്ന് പരിഗണിക്കുകയും അവളെ കേൾക്കുകയും. നിങ്ങൾ അവളെ കേൾക്കാതിരിക്കുമ്പോഴാണ് പിന്നെ അവൻ ഓട്ടോറിക്ഷക്കാരനോട് അവള് പറയണത്. ഓട്ടോറിക്ഷക്കാരന് ഹൗസ് ഡ്രൈവറും അല്ലെ നാട്ടിലെ നല്ല ചൊറുക്കുള്ള ആൺകുട്ടികളും ചില ആളുകൾ ചോദിക്കാറില്ല. ഞാൻ പച്ചയ്ക്ക് പറയാണ് കേട്ടോ, ചില പെണ്ണുങ്ങൾ മക്കളെ ഇട്ടിട്ട് ഒളിച്ചോടി വാർത്ത കേൾക്കും. കൂടെ പോയവനെ കാണുമ്പോ നാട്ടിലെ ആൺകുട്ടികൾ പറയും, ഇവക്ക് ഇവനല്ലാതെ വേറെ ഒരുത്തനെ കിട്ടിയില്ല, ഒരു അമാവാസി ഇരുട്ട്. എടാ മോനെ, അത് സൗന്ദര്യം കണ്ടിട്ടല്ല, അവള് പറയുന്നത് കേൾക്കാൻ അവൻ കാത് കൊടുത്തിട്ട് അവള് പോയതാണ്. കുറ്റം പറഞ്ഞിട്ട് കുറ്റം പറയാൻ എളുപ്പമാണ്, പക്ഷെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവക്ക് പറയാൻ ഒത്തിരി ഉണ്ട്. നിങ്ങളുടെ ഭാര്യ വീട്ടിൽ നിങ്ങൾ പോയി എത്ര ദിവസം നിൽക്കും എന്ന് പറയും. നിങ്ങളുടെ ഭാര്യയുടെ വീട്ടിൽ എത്ര ദിവസം നിൽക്കും പുതിയാപ്പിളമാരെ ഒന്ന് പറയും. ഒരു ദിവസം, എത്ര, ഒന്ന്, 2 ദിവസം, ഒരു ദിവസം വല്ല ജാതി ഒരു ദിവസം നിൽക്കും, 2 ദിവസം 2 ദിവസം നിൽക്കും, 3 ദിവസം നിൽക്കില്ല. എന്ത്? അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ പറയും, നീ എപ്പോഴാ വരണേന്ന് വിളിച്ചാൽ മതി, ഞാൻ അപ്പൊ നീ 3 ദിവസം നിന്നോ, ഞാൻ വണ്ടി കൊണ്ടുവരാം. അതെന്താ നീ ഭാര്യയുടെ വീട്ടിൽ നിൽക്കാത്ത? എന്താ അവിടെ നിന്ന് കഴിയുമ്പോ അവളുടെ ഉമ്മ ഉപ്പ അവളുടെ വേറൊരു വീടല്ലേ, അവിടെ എന്റെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് നിൽക്കാൻ തോന്നൂല. എടാ മോനെ, നിന്റെ വീട്ടില് വർഷങ്ങളായിട്ട് അവള് നിൽക്കല്ലേ എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ കൂടെ. നിനക്ക് ഒരു ദിവസം അവിടെ പോയി നിൽക്കുമ്പോൾ തീർപ്പ് മുട്ടും. നിനക്ക് ഒരു ദിവസം അവിടെ പോയി നിൽക്കുമ്പോ മനസ്സിന് വല്ലാത്ത പ്രശ്നങ്ങളാണ്, ബോറടിക്കും. നിന്റെ ഭാര്യ ഒരാണ്ട് കൊണ്ട് നിന്റെ വീട്ടിൽ, അവളുടെ വീടല്ല നിന്റെ വീട്ടില് പാപ്പാന്റെ ഉമ്മാന്റെ കൂടെ നിൽക്കല്ലേ, ഉപ്പാന്റെ ഉമ്മാന്റെ കൂടെ അവളൊന്ന് പരിഗണിച്ചാൽ